ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡെങ്ങും നോണും പരസ്പരം ഇന്റിമേറ്റ് ആവുകയും ആ ഒരു വീഡിയോ ഫുള്ളും നമ്മുടെ ജിന്ന് എടുക്കുകയും ജിന്ന് എടുത്തതിന് ശേഷം ആരാ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. നമ്മുടെ ജിന്നാന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അതിനുശേഷം നമ്മുടെ പി ആണെന്നുണ്ടെങ്കിൽ നേരെ ഡെങ്ങിന് വന്നിട്ട് അടിക്കുകയും പി ആണെന്നുണ്ടെങ്കിൽ നോണായിട്ട് ബ്രേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് നമ്മുടെ ടീ ആണ്. ടീയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നോണ് ക്യാഷ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ക്യാഷ് ആയിട്ട് അവന്റെ അങ്കിളിന് മീറ്റ് ആവേണ്ടി വരികയാണ്. അങ്കിളിന് ക്യാഷ് കൊടുത്ത പാടെ തന്നെ അങ്കിള് ചോദിക്കുന്നുണ്ട് ഈ ക്യാഷ് അവന്റെ എവിടുന്നാ കിട്ടിയെന്നൊക്കെ. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവനത് വേറൊരാൾ കൊടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷെ ആളുടെ പേരൊന്നും പറഞ്ഞില്ല എന്ന് നമ്മുടെ ടീ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ അങ്കിൾ പറയുന്നുണ്ട്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആരാ പ്രശ്നക്കാരെന്ന് വന്ന് ചോദിക്കുമ്പോഴേ അത് പ്രശ്നക്കാരൻ വേറെ ആയിരുന്നല്ല, നിന്റെ ആ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവനെ നോക്കി, അവൻ എത്ര ഈസി ആയിട്ടാണ് കേസിൽ നിന്ന് ഊരി വന്നത്, ഒരു എവിഡൻസ് പോലും ഇല്ലാതെ. അതേപോലെ തന്നെ എനിക്ക് തരാനുള്ള ക്യാഷ് അവൻ മൊത്തവും തന്നു. അപ്പൊ പിന്നെ അവന് പോലീസിന്റെ സ്പൈ ആയിരിക്കാനാണ് സാധ്യത കൂടുതലെന്നൊക്കെ. പക്ഷെ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല. ഞാൻ അവന്റെ അടുത്ത് ഇതിനെ പറ്റി തിരക്കിയതാണ്, അവൻ അങ്ങനെ സ്പൈ അല്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഇതിനെപ്പറ്റി എന്തോ അറിയാം, മീഡിയക്കാരും പോലീസുകാരും എന്റെ പുറകിലാണ്. അതുകൊണ്ട് ഞാൻ എത്ര അക്കൗണ്ടാണെന്നറിയാം ക്ലോസ് ചെയ്യേണ്ടി വന്നത്. എല്ലാ നഷ്ടവും എനിക്ക് മാത്രമാണ്. അവൻ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആരറിഞ്ഞെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം കാണിക്കുന്നത് എങ്ങനെയാണ്, ഡെങ്ങാന്നുണ്ടെങ്കിൽ ടീയുടെ അങ്കിളിന്റെ ആ ഒരു റെസ്റ്റോറന്റ് തപ്പി വന്നേക്കാണ്. അവനാന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് ആ റെസ്റ്റോറന്റ് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ജോയിയെ വിളിക്കുകയാണ്. ജോയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പാണ് ഇത് ആ ഒരു റെസ്റ്റോറന്റ് തന്നെയാണെന്ന്. അപ്പൊ ജോയാന്നുണ്ടെങ്കിൽ ആ എനിക്ക് ഉറപ്പാണ്, ഞാൻ അവിടെ പോയതല്ലേ എന്നൊക്കെ. പക്ഷേ നോക്കി, ഇത് കാണാൻ നോർമൽ റെസ്റ്റോറന്റ് പോലെ തന്നെയുണ്ട്, ഇതിനകത്ത് എന്ത് പ്രശ്നം നടക്കാനാന്നൊക്കെ നമ്മുടെ ഡെങ്ങ് ചോദിക്കുമ്പോഴേ നീ വിചാരിക്കും പോലെ നല്ല റെസ്റ്റോറന്റ്, അകത്ത് കയറി നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഡെങ്ങാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അകത്തേക്ക് കയറി പോവാന്നൊക്കെ നമ്മുടെ ജോയി എടുത്ത് പറയുന്നുണ്ട്. നീ അകത്തേക്ക് കയറുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നീ സൂക്ഷിക്കണം എന്നൊക്കെ ജോയും പറയുന്നുണ്ട്. അങ്ങനെ ഇവന് അകത്തിരിക്കുകയാണ്. അകത്തിരിക്കുമ്പോഴും ഒരുപാട് ബിസിനസ്സുകാർ മേലേക്ക് കയറി പോകുന്ന കാണുന്നുണ്ട്. ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ 2 ബോഡി ഗാർഡ്സും അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഒരു മെനു കാർഡ് കൊണ്ട് അവിടേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. ലേഡി എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടേന്ന്. ഇവിടെ വാഷ്റൂം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ മെനു കാർഡ് വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ, അത്ര മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അന്നേരം ഇവൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു ബോഡി ഗാർഡ്സിനെയാണ്. ബോഡി ഗാർഡ്സിന് ഇവന്റെ മേലെ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുന്നുണ്ട്. അപ്പൊ ഇവനെ ഒരു എവിഡൻസ് അവിടെ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഡെങ്ങാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. തൊട്ടുപുറ തന്നെ ബോഡി ഗാർഡ്സും വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന പാടെ തന്നെ അവരാന്നുണ്ടെങ്കിൽ തിരിച്ചു പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരത്തേക്ക് എത്തുമ്പോൾ ജോയെ കോൾ ചെയ്യുന്നുണ്ട്. ജോ ഇതേപോലെ ഞാൻ ഒരു എൻട്രൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, അവർക്ക് എന്റെ മേലെ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടെന്ന്, എങ്കിൽ പിന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ ജോയും പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു വണ്ടി ഇവന്റെ അടുത്തേക്ക് വരുന്നതാണ്. അങ്ങനെ ഇവന് ആക്സിഡന്റ് ആവണം തോന്നുന്നു, കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതേസമയം ഇവിടെ കാണിക്കുന്നത് നോന്റെ അമ്മയും അച്ഛനെയാണ്. നോന്റെ അച്ഛനാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ജോലിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്, എവിടെ പോയാലും നമ്മുടെ മകനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, ആകപ്പാട് ഗോസിപ്പും കാര്യങ്ങളാണെന്നൊക്കെ. ഇതേക്ക് അമ്മയ്ക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണ്, നിങ്ങളെ മകനെ ലാളിച്ച് വളർത്തി, ഓവർ ലാളനെ കൊടുത്തിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയത്. ഇതേക്കുന്ന അച്ഛനും ദേഷ്യം വന്നിട്ട്, നീ എന്തിനാ എന്റെ മേൽ മാത്രം കുറ്റം ചുമത്തുന്നത്, എല്ലാത്തിനും കാരണക്കാരി നീയാണ്, നീ നിന്റെ 2 മക്കളെ ഒരേപോലെയല്ല കണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ നോണിനെ ന്യൂയെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടെന്നോ? ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിന് കാരണക്കാരൻ നോൺ തന്നെയാണ്. നോൺ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ നടക്കേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല, അതൊക്കെ ന്യൂയെ കണ്ടുപിടിക്കണമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അച്ഛന്റെ അമ്മയുടെ സംസാരം കേട്ടിട്ട് നോണാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരച്ചിൽ വരുന്നുണ്ട് ഇവര് സംസാരം കേൾക്കുമ്പോഴേ. അച്ഛനാന്നുണ്ടെങ്കിൽ അമ്മ എടുത്ത്, നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്, നീ ഒരു അമ്മയല്ലേ, നിനക്ക് എങ്ങനെ 2 മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റുന്നതൊക്കെ. അമ്മയാന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു പില്ലെടുത്ത് അച്ഛന്റെ മേർക്ക് വലിച്ചെറിഞ്ഞിട്ട്, നിങ്ങൾ എപ്പോഴും ക്യാഷ് എന്ന് പറഞ്ഞ് ഓടി നടക്കല്ലേ ജോലി നോക്കിയിട്ട്, ഞാനാ കഷ്ടപ്പെടുന്ന 2 മക്കളെയും വളർത്തിയത്, അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ തിരിച്ചു പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടം ന്യൂ അല്ലേ, ഒരു കാര്യം ചെയ്യേ, ന്യൂ എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് നീയും പൊയ്ക്കൊള്ളാൻ പറയുന്നുണ്ട്. അമ്മയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നത്, എന്നെ എന്റെ മക്കളുടെ അടുത്ത് നിന്ന് വേർപിരിക്കണമെന്നൊക്കെ. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ച ആകപ്പാട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് ആകപ്പാട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ മുമ്പൊരിക്കലും നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ നോണിന് കൊടുത്തേപ്പുണ്ടായിരുന്നല്ലോ. നോണാന്നുണ്ടെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു ഫോട്ടോ ഇവൻ കയ്യിലെടുത്തിട്ട്, എല്ലാത്തിനും കാരണക്കാരൻ നീയാണല്ലേ എന്റെ അടുത്ത് ഇതൊക്കെ ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കെങ്ങിനെ കോൾ ചെയ്യാണ്. കെങ്ങാന്നുണ്ടെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞോടിക്കാണ്. കെങ്ങിന് ആക്സിഡന്റ് ആയോ എന്തോന്നും അറിയത്തില്ല, അത് ഇവനെ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, കെങ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ CCTV ക്യാമറ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം, അപ്പൊ അറിയാൻ പറ്റുമല്ലോ ആരാണ് നമ്മുടെ വീഡിയോസ് ലീക്ക് ആക്കിയെന്നൊക്കെ. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ട് ബാഗ് കൊടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുന്ന കാണുന്ന അമ്മയാന്നുണ്ടെങ്കിൽ നോണിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. നോൺ നീ എവിടെയൊക്കെയാ പോകുന്നതെന്നൊക്കെ ചോദിച്ചുണ്ട്. പെട്ടെന്ന് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ അത് എന്റെ കാര്യമാണ്, ആരും തന്നെ ഇതൊന്നും തിരക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. അച്ഛനാന്നുണ്ടെങ്കിൽ നോൺ നീ എന്ത് പരിപാടി ഇപ്പം ചെയ്തത്, മര്യാദയ്ക്ക് അമ്മയെടുത്ത് സോറി പറയാനൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ട്, ഞാൻ സോറി ചോദിക്കണല്ലേ, ശരി ഞാൻ എല്ലാത്തിനും സോറി ചോദിക്കാം, ഞാനൊരു കൊള്ളാത്ത പയ്യനായതിനും ഞാനൊരു ഫ്രോഡ് ആയതിനും ഞാൻ വേറൊരുത്തരായിട്ട് ഇന്റിമേറ്റ് ആയതിനും അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തില്ലേ, എനിക്കൊരിക്കലും ന്യൂയെ പോലെ ആവാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ തന്നെ അച്ഛനാന്നുണ്ടെങ്കിൽ കവിളിലോട്ട് ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു കൊടുക്കാണ്. നോണാന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അച്ഛനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അച്ഛനാന്നുണ്ടെങ്കിൽ നോൺ അടിച്ച് ആ കയ്യും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നോണാന്നുണ്ടെങ്കിൽ നേരെ വരുന്ന ട്യൂഷൻ സെന്ററിലേക്കാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചിട്ടുള്ള പോസ്റ്റർ എല്ലാം ആരൊക്കെയോ വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ട്. നോർമലി ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ആകപ്പാട് വലിച്ചു കയറി ഇട്ടേക്കാണ്. ഇവനാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം കെങ്ങിനാന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. കെങ്ങ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ പി എം വിളിക്കുന്നുണ്ട്. പിയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നെ ഇനി ആരും ഹെൽപ്പ് ചെയ്യാനില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവന് ഒരുമാതിരി വട്ട് പിടിച്ച രീതിയിൽ നിലത്തിരുന്ന് അങ്ങനെ അങ്ങ് കരയുവാണ്. അങ്ങനെ അങ്ങ് കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലേക്ക് വരാണ്ടി വരുവാണ്. അപ്പൊ നടന്നു വരുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ അവൻ ആലോചിക്കുന്നത് അവന് ക്ലാസ്സിൽ വെച്ചിട്ട് എല്ലാരും കൂടി ചേർന്നിട്ട് ഒരുപാട് തവണ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതും പിന്നെ അവൻ ചെയ്യാത്ത തെറ്റായ ആ ഒരു ക്യാമറയുടെ വിഷയമില്ല, അതും ഇവന്റെ തലയിലാക്കിയില്ലേ. ആ ഒരു കാര്യങ്ങളും അതിനുശേഷം ഇവനെ ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്ന് ഇവന്മാരെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന പാടെ തന്നെ ഇവനും ഡെങ്കും കൂടി ഉണ്ടായിരുന്ന ആ ഒരു ഇന്റിമേറ്റ് ആവുന്ന വീഡിയോയില് അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് മോശം കമന്റ്സ് വന്നേക്കാണ്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിലെത്തുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഒരു സൈക്കോയെ പോലെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കഥയെല്ലാം മാറ്റി എഴുതുവാണ്. മുമ്പത്തെ സ്ക്രിപ്റ്റിൽ ഇവരെല്ലാരും മരിക്കുന്നത് അത്ര വേദന അനുഭവിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇവനിപ്പോ എഴുതുന്ന ആ ഒരു സ്ക്രിപ്റ്റിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വേദന അനുഭവിച്ച് മരിക്കുന്ന രീതിയിലാണ് ഇവൻ എഴുതുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിലെല്ലാം അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവനാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചപ്പോഴാണല്ലോ ആ ഒരു ഫോട്ടോ എടുത്ത് എറിഞ്ഞു ഉടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്ന ടി അങ്കിളിനെയാണ്. അങ്കിളാന്നുണ്ടെങ്കിൽ ടി എടുത്ത് പറയുന്നുണ്ട്, ടി ഞാൻ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മേലുദ്യോഗസ്ഥന്മാർ എന്റെ സൈഡിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നത്. പക്ഷെ ബാക്കിയുള്ള പോലീസൊക്കെ പറയുന്നുണ്ട് തുടരന്വേഷണം വേണമെന്നൊക്കെ. അങ്ങനെ അന്വേഷിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെയും പിടിക്കും, നമ്മളെല്ലാരെയും പിടിക്കും. എല്ലാത്തിനും കാരണക്കാരൻ ആ നോൺ എന്ന് പറയുന്ന പയ്യനാണെന്ന് പറയുമ്പോഴേ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമല്ലോ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നൊക്കെ. അതിന് വേറൊരു മാർഗമുണ്ട്. നമ്മളെ ബിസിനസിനെ പറ്റി അറിയാവുന്ന എല്ലാരെയും തീർക്കുക, എവിഡൻസ് നശിപ്പിക്കുക. പിന്നെ നോണിന്റെ കാര്യം അവൻ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയാലോ ടി എന്ന് പറഞ്ഞ് ടി എടുത്ത് ചോദിക്കുമ്പോഴേ ടി പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ അവനെ കൊന്നു കളയണമെന്നൊക്കെയാണോ? ഇതേക്കുന്ന അങ്കിളാന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയാം നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. ഒരു കാര്യം ചെയ്യ്, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നാക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുമ്പോഴേ ടി ആണെന്നുണ്ടെങ്കിൽ എന്തോ അങ്കിൾ പറഞ്ഞു വരുന്നത് അവനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്കിൾ അവനെ കൊന്നു കളയത്തില്ലേ എന്നൊക്കെ. ഇപ്പൊ നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ അവനെ വെറുതെ വിട്ടേക്കാം, പക്ഷെ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. നീ എന്തായാലും അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ടിയാന്നുണ്ടെങ്കിൽ ഒരുമാതിരി സംശയത്തോടുകൂടി തന്നെ അവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറയാണ്. അങ്കിളിന്റെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇവന്റെ അച്ഛന് എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനൊക്കെ ക്യാഷ് കൊടുക്കുന്നത് അങ്കിളാണ്. അപ്പൊ പിന്നെ അവന് മറിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ ഇവന്മാര് ഷോർട്ട് ഫിലിമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നേരം പറയുന്നുണ്ട് ആ ലീക്കായ വീഡിയോ ആണ് നമുക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചല്ല. നമുക്ക് ഷോർട്ട് ഫിലിമിന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ വിളിച്ചപ്പോണ്ടായിരുന്നു. DC ഇതിൽ ഇൻവോൾവ് ആയതിന്റെ പേരിൽ ആകപ്പാട് പ്രശ്നത്തിലായിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടോപ്പാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീസിന്റെ പേർക്ക് മാത്രം പ്രശ്നം ഉണ്ടാക്കിയാൽ പോരെ, വെറുതെ എന്തിനാ നമ്മളെയും കൂടി പ്രശ്നത്തിലാക്കുന്നതെന്നൊക്കെ. ഇതേക്കുന്ന ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ക്യാഷ് അത് നമ്മുടെ തന്നെ ഇല്ലേ, അത് വെച്ച് നമുക്ക് എന്തായാലും ഷോർട്ട് ഫിലിം എടുക്കാന്നൊക്കെ. ഓറും അതിന് ഓക്കെ പറയുന്നുണ്ട്. അവർ നമ്മുടെ ക്യാഷ് ഒന്നും പിൻവലിക്കാൻ പോകുന്നില്ല, പക്ഷെ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ ഷോർട്ട് ഫിലിം പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. ടിയാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലോക്കാന്നുണ്ടെങ്കിൽ ജിന്റെ അടുത്ത് പറയണേ, ജിൻ നിനക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഷോർട്ട് ഫിലിം എടുത്തു തീർക്കാൻ പറ്റുമെന്നൊക്കെ. ജിന്നും വേറെ ഏതോ സ്വപ്ന ലോകത്താണ്. പെട്ടെന്ന് തന്നെ ജിൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ ഇവനാന്നുണ്ടെ ആ എന്തോ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവർ ഇത്രയും നേരം സംസാരിക്കുമ്പോഴേ ജിന്നാണെങ്കിൽ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ജിന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത് എന്താ പറ്റിയെന്നൊക്കെ. ഒന്നുമില്ല, ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഫുൾ ടൈം ഗെയിം കളിക്കായിരുന്നു, അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ നമ്മുടെ ജിന്നു അറിയുന്നുണ്ട്. എന്നാ പിന്നെ ഓക്കെ, അവർ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ആക്കണ്ടേ, അതിലിപ്പോ ഒരുപാട് പേരുടെ ആവശ്യമുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം നമുക്ക് ഗ്രീസിയും കൂടി വിളിക്കാന്നൊക്കെ ടി പറയുന്നുണ്ട്. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, നീ പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഹെൽപ്പിന് വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ജിൻ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരമൊക്കെ കേൾക്കുമ്പോഴേ പോറാന്നുണ്ടെങ്കിൽ ടി നിനക്ക് ഇത് എന്താ പറ്റിയത്, നിങ്ങൾ രണ്ടുപേരുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് വിയേഡായിട്ടാണ് തോന്നുന്നത്. ടി നീ നോക്കി, നീ എന്നുണ്ടെങ്കിൽ നോർമലി ഗ്രീസി ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല, ഇപ്പൊ എന്താ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനൊക്കെ. ഓ അതാണ് കാരണം, ഇപ്പൊ നമുക്ക് ഷോർട്ട് ഫിലിം അല്ലേ വലുത്, അല്ല ഞാൻ ദേഷ്യം കാണിച്ചു കൊടുത്താല് വല്ല പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ടീയും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ ജിന്റെ അടുത്ത് പറയുന്നുണ്ട്, ജിൻ നീയല്ലേ എന്തായാലും നോണുമായിട്ട് ക്ലോസ്, അപ്പൊ നീ തന്നെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് അവനെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൻ പുതിയതായിട്ട് എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവൻ വേറൊരു സാധനം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതെന്ത് സാധനമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ എല്ലാരും കൂടി ആ ഒരു പോണ്ട ഹൗസിലേക്ക് ചെല്ലുവാണെങ്കിൽ എല്ലാരും പോയി ചെന്നിരിക്കുന്നുണ്ട്. നമ്മുടെ നോൺ മാത്രം അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ടിയാന്നുണ്ടെങ്കിൽ അവന്റെ അടുത്തേക്ക് എന്നിട്ട് നീ മാത്രം എന്താ അവിടെ നിൽക്കുന്നത്, വാ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അവനെ പിടിച്ചോണ്ടേ ഇരുത്തുന്നുണ്ട്. ഇവിടെ തന്നെ അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നിന്നെ നോക്കി നീ ഒരുപാട് ടയർഡ് ആയിട്ടുണ്ട്, വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റം കാണുമ്പോഴേ എല്ലാവരും ഒന്ന് നമ്മുടെ ടിയെ നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നോണാന്നുണ്ടെങ്കിൽ പുതിയൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് പോറിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണ്, പഴയതിനേക്കാളും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നോണാന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് പോറിന് എപ്പിക്കാൻ വേണ്ടി പോവാണ്. പോറാന്നുണ്ടെങ്കിൽ നീ ഇടയ്ക്കൂടെ ഇങ്ങനെ സ്ക്രിപ്റ്റ് മാറ്റിയാൽ എങ്ങനെയാ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ടൈം ഒന്നുമില്ല എന്ന് പറയണേ. അപ്പോഴും നമ്മുടെ ടിയാന്നുണ്ടെങ്കിൽ നോണിനെ സപ്പോർട്ട് ചെയ്തോണ്ട് നോണാന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ, നീ ഒന്ന് വായിച്ചു നോക്ക്, വായിച്ചതിന് ശേഷം വേണ്ടാന്നുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. പോറാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓക്കെ ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കിയ പാടെ തന്നെ അവനാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും
ഇഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ ഈ സ്ക്രിപ്റ്റ് സൂപ്പറാണ്, മുമ്പത്തേനേക്കാളും കൊള്ളാം, നമ്മളിത് ഉറപ്പായിട്ടും ചെയ്യുന്നൊക്കെ പറഞ്ഞുണ്ട്. അവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് ജിന്നോട് ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിൽ വേണ്ട നീ തന്നെ വായിച്ചോളാൻ പറയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ നമ്മുടെ നോണും ജിന്നും മാത്രമാണ് അവിടെ. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നോണാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ മഴ എടുത്തോണ്ട് വന്നിട്ട് നോണിന്റെ അടുത്ത് പറയുന്നുണ്ട്, നോൺ നീ ടോപ്പിനെ ഉപദ്രവിക്കാണ്ട് ചെല്ലുമ്പടി ഈ മഴുവിന്റെ തുമ്പറ്റും അവന്റെ മേത്ത് തട്ടാനേ പാടില്ല, ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നതാണ്, നീ അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനെന്നൊക്കെ നമ്മൾ നോണിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ വേറെ ഏതോ ലോകത്താണ്, അവനിതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ ഗ്രീസി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആ ഓക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിൽ ഇവനെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ റിഹേഴ്സൽ എടുത്താന്ന് എല്ലാവരും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ബാഗിനകത്തുനിന്ന് അവൻ വീട്ടിൽ വെച്ചൊരു സാധനം എടുത്ത് ബാഗിനകത്ത് വെച്ചേക്കൊണ്ടായിരുന്നല്ലോ, ആ ഒരു സാധനം എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അത് വേറെ നല്ലൊരു കത്തിയായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ടോപ്പിനെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വരുന്ന ടൈമിൽ ഇവന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ മഴ ഉണ്ടല്ലോ, ആ മഴ ആണെന്നുണ്ടെങ്കിൽ ഇവൻ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇടുന്നുണ്ട്. താഴത്തേക്ക് ഇടുമ്പോൾ തന്നെ ഇവന്മാരെല്ലാം ഷോക്ക് ആവുന്നുണ്ട്, ഇവൻ എന്തോ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. കാരണം സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നോണാന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് നേരെ ടോപ്പിന്റെ അടുത്തേക്ക് വരികയാണ്. ഇവന്മാരെല്ലാം പെട്ടെന്ന് ടോപ്പിന്റെ അടുത്ത് പറയുന്നുണ്ട് ടോപ്പ് മാറി പോകാനൊക്കെ. ടോപ്പ് പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടോപ്പിന്റെ ഷോൾഡറിലാന്നുണ്ടെങ്കിൽ വെട്ടേക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടീ പുറകെ കൂടെ ചെന്നിട്ട് നോനാന്നുണ്ടെങ്കിൽ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും താഴത്തേക്ക് അങ്ങ് ഇറങ്ങി ഓടുവാണ്. പോറാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീ ആന്നുണ്ടെങ്കിൽ നോനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. എല്ലാവരും താഴെ ചെന്ന് നോക്കുമ്പോൾ ഡോറാന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഡോറാന്നുണ്ടെങ്കിൽ ലോക്ക് ആക്കി ഇട്ടേക്കുവാണ്. ഇവന്മാര് തിരിഞ്ഞു നോക്കുമ്പോൾ നോണാന്നുണ്ടെങ്കിൽ കത്തിയായിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങി വരാണ്ടി പോവാണ്. അപ്പൊ തന്നെ അവനാന്നുണ്ടെങ്കിൽ അവന്റെ മാസ്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇവന്മാരെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ, നിങ്ങൾ പിന്നെ എന്റെ അടുത്ത് നിന്ന് അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടി നോക്കിയല്ലേ, നിങ്ങൾക്ക് ഒരുപാട് എന്നെ ടോർച്ചർ ചെയ്തില്ലേ, എന്നെ ബുള്ളി ചെയ്തില്ലേ, അത് മാത്രമല്ല നിങ്ങൾ എന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കുകയും ചെയ്ത്, നിങ്ങൾക്ക് ഇത്രയൊന്നും എന്റെ അടുത്ത് ചെയ്താൽ പോരെ, എന്നിട്ട് നിങ്ങൾ പിന്നെ എന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നേക്കാണ് എന്നിൽ നിന്ന് അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടീയാന്നുണ്ടെങ്കിൽ ആദ്യം നീ ഒന്ന് കാമാവും, ആ ഒരു കത്തി താഴത്തേക്ക് ഇടാനൊക്കെ പറയുന്നുണ്ട്. ഇതിയൊക്കെ നമ്മളെ നോണാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ദേഷ്യം വന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ കള്ളൻ നീയാണ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ കൊണ്ട് എല്ലാ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചത്, അത് കാരണം ഞാൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ എത്തിയായിരുന്നു, എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേ ജിന്നാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ പറ്റിയിട്ടായി സംസാരിക്കുന്നതിനൊക്കെ, ഇവനിനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ടീയാന്നുണ്ടെങ്കിൽ നീ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തിനെങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേ ഇല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നീയാണ് ശരിക്കുള്ള കള്ളൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീയെ കുത്താൻ വേണ്ടിയിട്ട് നോൺ ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടോപ്പാന്നുണ്ടെങ്കിൽ നോണിനെ പുറകെ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടോപ്പാണെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ നോണിന്റെ അടുത്ത് പിടിച്ചിരിക്കാനും പറ്റുന്നില്ല. ജിന്നാന്നുണ്ടെങ്കിൽ ഇവന്റെ അടുത്തേക്ക് എന്നിട്ട് നോൺ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീ എത്രത്തോളം ഇതിൽ വിഷമിക്കുന്നുണ്ടെന്ന്, ഞങ്ങൾ ഒരുപാട് നിന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് നിന്നെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സോറി എന്നൊക്കെ പറയുമ്പോഴേ നീ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നത്, നീ മാത്രം എൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നോണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തല ഇറങ്ങുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ തല ഇറങ്ങി നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ടീ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തേപ്പുണ്ടായിരുന്നല്ലോ, ആ ഒരു വെള്ളത്തിൽ അവൻ എന്തൊക്കെയോ കലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴത്തേക്ക് പിന്നെ നോണിനെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ ക്യാമറയുടെ സ്റ്റിക്കുമായിട്ട് വന്നേക്കുവാണ്. പക്ഷെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല, നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ എന്തോ പറയുന്നത്, അവൻ നമ്മളെല്ലാരും കൊല്ലാൻ നോക്കിയത് നീയും കണ്ടതല്ലേ, അവനിപ്പോ ബോധം വീഴുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെല്ലാരും കൊല്ലും, അതുകൊണ്ട് അവനിപ്പോ തന്നെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോറ്. പക്ഷെ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. അപ്പൊ ടീയാന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കോളാം, ഇവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ. അപ്പൊ ജിന്ന് ചോദിക്കുന്നുണ്ട് നീ എവിടേക്ക് കൊണ്ടുപോകാൻ പോകുന്നതൊക്കെ, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കോളാം, ടോപ്പ് നീ ഇങ്ങോട്ട് വന്നേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പും ടീയും കൂടി ചേർന്നിട്ട് നമ്മുടെ നോണിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. അപ്പൊ നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ പോറിന്റെ അടുത്ത് ഫ്ലൂക്കിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നോണിനെ എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയത്തില്ല, നമുക്ക് വെച്ച് നോക്കിയാലോ എന്നൊക്കെ. ഫ്ലൂക്കാന്നുണ്ടെങ്കിൽ നിനക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോ, ടീ ഇപ്പൊ പറഞ്ഞ നീ കേട്ടില്ലേ, അവനാന്നുണ്ടെങ്കിൽ നോണിനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ, എനിക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, അവൻ അവന്റെ കാര്യം നോക്കിക്കോളും, അതേപോലെ തന്നെ ഈ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിന്നിനാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് ആവുകയാണ്. അപ്പൊ നോണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ ഷോർട്ട് ഫിലിം എടുക്കാൻ പോയതാണ്, അതിനുശേഷം കാണാതായെന്നൊക്കെ. പക്ഷെ ഇവന്മാരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ഇവന്മാരെല്ലാം ഒരേപോലെയാണ് പറയുന്നത്, ഞങ്ങളുടെ കൂടെ ഒന്നും അവൻ ഷോർട്ട് ഫിലിം ഒന്നും എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾ അവനെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഒഴിവാക്കി, കാരണം അവനും ഞങ്ങളുടെ സാറും തമ്മിലുള്ള വീഡിയോസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, അത് കാരണം അവനെ ഞങ്ങൾ ഷോർട്ട് ഫിലിമിൽ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഷൂട്ടിങ്ങിനൊന്നും അവൻ വന്നിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്കെല്ലാം ചെക്ക് ചെയ്ത് നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ടീയും ജിന്നും പറയുന്നുണ്ട് കെങ് എന്ന് പറഞ്ഞ സാറുമായിട്ട് അവൻ ഭയങ്കരമായിട്ട് അടുപ്പത്തിലായിരുന്നു, അപ്പൊ പിന്നെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എവിടേക്കെങ്കിലും പോകാനാണ് സാധ്യത കൂടുതൽ, ഇങ്ങനെ ഒരു വീഡിയോ ലീക്കായതിനു ശേഷമാണ് ആ ഒരു സാറിനെയും കാണാതായെന്നൊക്കെ. അങ്ങനെ ഇതിനെ പറ്റിയിട്ട് ആകപ്പാട് വാർത്തയാണ്. അപ്പൊ ഈ വാർത്തയും കാര്യങ്ങളെല്ലാം നോന്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്. അപ്പൊ നോന്റെ അമ്മ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ മകൻ അയാളുടെ കൂടെ ഒളിച്ചോടി പോയി കാണുമെന്നൊക്കെ, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ അച്ഛനാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസമൊന്നുമില്ല, ഫസ്റ്റ് നമുക്ക് നോൺ എവിടാന്ന് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം ക്യാഷിന്റെ അത്യാവശ്യമുണ്ട്, നമുക്ക് നല്ലൊരു വക്കീലിനെ വെക്കാം, നീ എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് നോന്റെ അമ്മയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതേസമയം പി ആണ് കാണിക്കുന്നത്, പി ഏതോ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ആരെയൊക്കെ കോൾ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന ഷൂട്ടിംഗ്
ഫിലിം ആണ്. അങ്ങനെ ഇവർ ആ ഒരു ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ജിന്നു മാത്രം ഈ കൂട്ടത്തിലൊന്നും കൂടാതെ അവൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവരും ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടോപ്പ് ചോദിക്കുന്നുണ്ട് പോറിന്റെ അടുത്ത്, പോർ ഈ ഒരു ക്യാമറ നമ്മൾ കൊണ്ടുപോകണോ അതോ നിന്റെ ആൾക്കാർ വരെ കൊണ്ടുപോകാനെന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നത് അത് തിരിച്ച് കൊണ്ടുപോകേണ്ടതാണ്, അത് ഇവിടെ തന്നെ വെച്ചേക്കാം, നമുക്ക് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാലോ എന്നൊക്കെ. അത് നല്ലൊരു ഐഡിയ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവരെ ഷോർട്ട് ഫിലിം എടുക്കലൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ ഒരു പാർട്ടി എന്ന് വേണം. അവനാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരുന്നുണ്ട്. എല്ലാവരും ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ മാറിപ്പോയിരിക്കുകയാണ്. ജിൻ നിനക്കിത് എന്താ പറ്റിയത്, നീ കൂടി വാ നമുക്ക് ആഘോഷിക്കാന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പൊ നോണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ പാർട്ടിയിൽ കാണേണ്ടല്ലേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും നോക്കിയാലും ഗ്രീസിയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ, അവനെ പറ്റി നമ്മൾ ഇനി ഒന്നും സംസാരിക്കത്തില്ല എന്നൊക്കെ. ഇദ്ദേഹത്തിന് ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ ചാടി എഴുന്നിട്ടിട്ട് ടീ നിനക്ക് ഒരിക്കലെങ്കിലും അവന്റെ പേര് വിളിച്ചൂടെ, നീ എന്തിനാ എപ്പം നോക്കിയാലും ഇങ്ങനെ ഗ്രീസി എന്ന് വിളിക്കുന്നതിന്, അതിന് നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവനിപ്പോ ജീവിക്കുന്ന കെങ്ങിന്റെ കൂടെയാണ്, അവനിപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്, നീ എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിന്നെയും കൂടി അവിടെ പിടിച്ചെടുത്തിട്ട് കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോണിനെ പറ്റിയ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നേരെ അങ്കിളിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ അങ്കിള് സംസാരിക്കുന്ന ആ ഒരു കേസിനെ പറ്റിയിട്ടാണ്. എന്നെ കമ്മീഷണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്മീഷണർ എന്റെ അടുത്ത് പറഞ്ഞത് ആ ഒരു കെങ്ങാന്നുണ്ടെങ്കിൽ നോണിന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ ഇട്ട് കൊടുത്തേക്കുണ്ടായിരുന്നു. അപ്പൊ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്ന്. അപ്പൊ ഇനി മുതൽ ഈ കേസും കാര്യങ്ങളെല്ലാം അവിടെ തലയ്ക്കാം, എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത നീയാണ് ടീ, ഇന്ന് നിനക്ക് റിവാർഡ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നുണ്ടെങ്കിൽ 20,000 ബാത്ത് എടുത്തിട്ട് നമ്മുടെ ടീക്ക് കൊടുക്കാണ്. അപ്പൊ നമ്മുടെ ടീ എന്നുള്ളത് ചോദിക്കുന്നത് നോണിനെ പറ്റിയിട്ടാണ്. അങ്കിൾ അവനെ കൊന്നൊന്നും കളഞ്ഞിട്ടില്ലല്ലോ കെങ്ങിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഞാൻ എങ്ങനെ കൊന്നു കളയാനാണ്, അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ, അത് മാത്രമല്ല നീയല്ലേ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അപ്പൊ നിനക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യൂ, അവനെ ഞാൻ ദൂരത്തേക്ക് പറഞ്ഞയച്ചു, അത്ര മാത്രമേ ഉള്ളൂ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരാടുത്ത് നിന്ന് തിരക്കുന്നുണ്ട് കെങ്ങിനും നോണിന് എന്താ പറ്റിയെന്നൊക്കെ. അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല, നീ എന്റെ അടുത്ത് അതിനെ പറ്റിയൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന പി ആണ്. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ കാര്യങ്ങൾ എന്താ എന്നൊക്കെ. ആ ഒരു അക്കൗണ്ട് കേസ് ക്ലോസ് ചെയ്യാനാണ് എന്റെ അടുത്ത് മേലുദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടുള്ളത്, അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പി എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട്. പക്ഷെ അച്ഛനാന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ അച്ഛൻ എന്തിനാ കേസ് ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പി ചോദിക്കുമ്പോഴേ മോനെ മേലുദ്യോഗസ്ഥർ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കെതിരെ തന്നെ ഒരുപാട് പേര് ഭീഷണിയായിട്ട് വരുന്നുണ്ട്, നമ്മൾ വിചാരിക്കും പോലെ ഒരു നിസ്സാര കേസല്ല ഇത്, ഇതിന് പിന്നിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇതേക്കുന്ന പിയാന്നുണ്ടെങ്കിൽ. അപ്പൊ നോണിന്റെയും കെങ്ങിന്റെ കാര്യത്തിൽ എന്തായി, അവര് ഡിസപ്പിയർ ആയെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ എന്തായെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ അതിനെ പറ്റിയിട്ട് ഞാൻ എന്തോ പറയാനാണ്, എല്ലാരും പറയുന്നത് അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയെന്നാണ്. പക്ഷെ അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല, ഈ ഒരു കേസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് ഇവിടുന്ന് മാറ്റാനായിരിക്കും സാധ്യത കൂടുതലെന്ന് അച്ഛൻ പറയുമ്പോഴേ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിയും ചോദിക്കുന്നുണ്ട്. അതോ ഫ്യൂച്ചറിൽ നീ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നേരിടേണ്ടി വരും, അതിനെല്ലാം നീ തയ്യാറായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മേളിലേക്ക് കയറി പോകുന്നുണ്ട്. പിയാന്നുണ്ടെങ്കിൽ നോണോട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ലാസ്റ്റ് നടന്ന സംഭവങ്ങൾ വരെ അവൻ ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ടിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു ഷോർട്ട് ഫിലിം ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം വരുവാണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. യുവമാരെല്ലാരും ഒരുങ്ങി വന്ന് നിൽക്കുകയാണ്. അവിടെ നോക്കുമ്പോഴാന്നുണ്ടെങ്കിൽ പോറിനെ കാണുന്നില്ല. പോറാന്നുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മയുടെ കൂടെ ഒന്നുകൊണ്ട് മീഡിയക്കാരെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് പോറിനെയും പോറിന്റെ അച്ഛന്റെ അമ്മേനെയാണ്. യുവമാരെ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. ഇവന്റെ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ മാത്രമായിട്ട് ഇത് ചെയ്തതെന്ന് തോന്നുമല്ലോ എന്നൊക്കെ ഇവന്മാര് പറയുമ്പോഴേ ജിന്നാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ നോൺ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ. നിങ്ങൾ ഇതിനെ പറ്റി ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ട, പോറിന്റെ അച്ഛനും അമ്മയും സഹായിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഈ ഷോർട്ട് ഫിലിം എടുത്തത്, അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട എന്നൊക്കെ നമ്മുടെ ടീ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇവന്മാരും അവിടേക്ക് പോയി ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം ടെലികാസ്റ്റ് ചെയ്യാണ്. ലാസ്റ്റ് ജിൻ മാത്രമാണ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ എല്ലാവർക്കും ആ ഒരു മൂവി ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്ലാപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ പിയും നിൽപ്പുണ്ട്. പിയും ഉണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, എല്ലാവരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ അവിടേക്ക് പിയും വന്നിട്ട് ഇവന്മാരെല്ലാരെയും നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പോറിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് പോറിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് മീഡിയക്കാരത്ത് സംസാരിക്കുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ എന്റെ മകനാണ്, അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ എന്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടോണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കാര്യത്തിൽ അവൻ ഒരുപാട് വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ദൂരത്ത് നിന്നുകൊണ്ട് ഒരാൾ പി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചെറുതായിട്ട് അയാളുടെ മുഖം കാണിക്കുന്നുള്ളൂ, ആരെ എന്തോന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ബലമായിട്ടുള്ള സംശയം അത് ടാൻ ആണെന്നാണ്. സോ ഈ ഒരു സസ്പെൻസ് ആയിട്ടുള്ള മൊമെന്റോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ.